ഹായ് ഫ്രണ്ട്സ്, നിമിഷ നന്ദൂസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഒരു ഈസി ആയിട്ട് കട്ട്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനകത്തേക്കായിട്ട് നമുക്ക് ആദ്യം കുക്കറിൽ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്ത് വേവിക്കാൻ വെക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ക്യാരറ്റ്, ഗ്രീൻ പീസ്, കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിനകത്ത് ഇടാം. പക്ഷെ എൻ്റെ മോൾക്ക് ഇതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങും ചിക്കനും വെച്ചിട്ട് മാത്രമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് റസ്ക് പൊടിച്ചത് ഓപ്ഷനാണ്, ബ്രെഡ് പൊടിയും എടുക്കാം കേട്ടോ. പിന്നെ ഒരു 3 മുട്ട, ഉപ്പൊന്നും ചേർത്തിട്ടില്ല, വെറുതെ അടിച്ചെടുത്തത്. പിന്നെ ചിക്കൻ നമ്മൾ കറി വെച്ച ചിക്കനാണ് എടുത്തേക്കുന്നത് കേട്ടോ. കറി വെച്ച ചിക്കൻ്റെ കുറച്ച് ഗ്രേവി എടുത്തിട്ടുണ്ട്. അത് മസാല ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വേണം എന്നുണ്ടെങ്കിൽ. ചിക്കൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്നും കൂടെ ഒന്ന് കറക്കിയെടുക്കാം. പിന്നെ കറിവേപ്പില, സവോള, 3 പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി. അപ്പോൾ നമുക്ക് ആദ്യം ഉരുളക്കിഴങ്ങിൻ്റെ ആവി നമുക്ക് കളഞ്ഞ് അത് എത്രത്തോളം വെന്തു എന്ന് നോക്കണം. വെന്തതിന് ശേഷം നമുക്ക് മസാല ശരിയാക്കാം. ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ കുറച്ച് മുളക് പൊടി, കുറച്ച് മസാലപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഉരുളക്കിഴങ്ങ് വേവിക്കാൻ നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്, കുറച്ചും കൂടെ ഒരു ഉപ്പ്. ഇതിൻ്റെ മസാല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഉരുളക്കിഴങ്ങ് അതിന് പകരം അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ നിങ്ങൾക്ക് ക്യാരറ്റ്, ഗ്രീൻ പീസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കിനി ചിക്കൻ്റെ ഗ്രേവിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവരും ഒന്ന് വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇഷ്ടപ്പെടും കഴിക്കാനായിട്ട്. വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി. സൺഡേ ചിക്കൻ വാങ്ങിക്കുവാണെങ്കിൽ അത് കറി വെച്ചത് കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് തിങ്കളാഴ്ച വൈകുന്നേരം ഒരു 4 മണി പലഹാരം ട്രൈ ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ആ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.